ക്രിസ്മസ് പാർട്ടികളിൽ സെർവ് ചെയ്യാനായിട്ട് നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ബ്രൗണിയുടെ റെസിപ്പി നോക്കിയാലോ? അത് ബട്ടർ ഒന്നും ചേർക്കാതെ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നമുക്ക് ആദ്യം 200 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ചോപ്പ് ചെയ്തൊന്ന് എടുക്കാം. ഞാനിവിടെ നല്ല ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് തന്നെ എടുക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പകുതി ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ പകുതി മിൽക്ക് ചോക്ലേറ്റും വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരും ഇഷ്ടത്തിന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ചോപ്പ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഒരു ബൗളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനൊരു ഡബിൾ ബോയിൽ മെത്തേഡ് വഴിക്കാണ് ഇത് മെൽറ്റ് ചെയ്യുന്നത്. ഈ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് അതിൻ്റെ മീതെ വേണം ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ബൗൾ വെക്കാനായിട്ട്. ഈ ചോക്ലേറ്റ് ബൗൾ വെള്ളത്തിൽ മുട്ടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് നല്ല സ്മൂത്തായിട്ട് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറാനായിട്ടൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു സീവറിലേക്ക് 1/2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് കൊക്കോ പൗഡർ, അതേപോലെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഈ സീവ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദ അതുപോലെ കൊക്കോ പൗഡർ മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാരയല്ല, പൊടിച്ചെടുത്ത പഞ്ചസാരയാണ് 1/4 കപ്പ് നമ്മൾ മെഷർ ചെയ്തെടുക്കേണ്ടത്. അതിലേക്ക് 1/3 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ബട്ടർ അല്ല ചേർക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് രണ്ടും കൂടിയിട്ട് ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാരയും ഓയിലും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഇനി അതിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം. ഓരോ മുട്ട വീതം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഓരോന്നും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. മുട്ട 3 കൂടി ഒരുമിച്ച് ചേർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കാം. ഈ പഞ്ചസാര ഫുള്ളായിട്ടൊന്ന് അലിഞ്ഞ് ഈ മുട്ടയും അതുപോലെ ഓയിലും എല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈനായി കിട്ടുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലേക്ക് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് അതിൻ്റെ ചൂടൊന്ന് ആറിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ചോക്ലേറ്റ് ചേർക്കുമ്പോൾ തന്നെ ഈ ഒരു മിക്സിൻ്റെ കൺസിസ്റ്റൻസി നന്നായിട്ട് മാറും. ചൂടോടുകൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുട്ട വെന്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അക്കാര്യം ഒന്നും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസോടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൈദ, കൊക്കോ പൗഡർ, ഉപ്പ്, അതിൻ്റെ ഒരു മിക്സ് നമുക്ക് 3 ബാച്ചായിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഓവറായിട്ട് മിക്സ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ബ്രൗണിയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിരിക്കും ഈ ഒരു ബാറ്റർ. സാധാരണ കേക്കിൻ്റെ ബാറ്റർ പോലെ ആയിരിക്കില്ല. ഇനി നമുക്കൊരു സ്പാറ്റില ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്തൊന്ന് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് 1/4 കപ്പ് ചോക്ലേറ്റ് ചിപ്സ് അതുപോലെ 1/4 കപ്പ് ചോക്ലേറ്റ് ചങ്ക്സ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്. ഇത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്ത് കഴിഞ്ഞ് ബ്രൗണി കഴിക്കുമ്പോൾ ഓരോ ബൈറ്റിലും നമുക്ക് ചോക്ലേറ്റ് കടിക്കാൻ കിട്ടും. അപ്പോൾ അതിനുവേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ ചോക്ലേറ്റ്സ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ ബാറ്റർ ഒരു കേക്ക് ടിൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്രൗണിയുടെ ടിന്നിലേക്ക്, അത് പാർച്ച്മെന്റ് പേപ്പർ വിരിച്ചിട്ടുള്ള ടിന്നിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അലുമിനിയം ടിൻ നോക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കൊരു സ്പാറ്റില ഉപയോഗിച്ച് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തൊന്ന് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മീതെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് ചങ്ക്സ് വെച്ച് ഗാർണിഷ് ചെയ്യാം. എന്നിട്ട് 3-4 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്തൊന്ന് കൊടുക്കാം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കിട്ടാനാണ്. ഇനി പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവനിൽ വെച്ചിട്ട് 160 ഡിഗ്രീസിൽ 30 മുതൽ 40 മിനിറ്റ് വരെ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പം നമ്മുടെ ബ്രൗണി ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു ടൂത്ത് പിക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. സാധാരണ കേക്കൊക്കെ നീറ്റായിട്ട് വരുന്നത് പോലെ ആയിരിക്കില്ല ബ്രൗണിയിൽ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ടൂത്ത് പിക്ക്. ഇതുപോലെ കുറച്ച് വെറ്റായിരിക്കും, എന്നാൽ ഒരുപാട് വെറ്റാവാനും പാടില്ല കേട്ടോ. ഇത് ഒരിക്കലും അണ്ടർ കുക്ക്ഡ് അല്ല, കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടി സെറ്റായിട്ട് വരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബ്രൗണി ഇത് പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു ക്രിങ്കിൾ ടോപ്പൊക്കെ ആയിട്ട് ഫഡ്ജി ആയിട്ടുള്ള ഉൾഭാഗമൊക്കെ ആയിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യണേ.